ആരായിരുന്നു ഭഗത് സിംഗ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷവും ഇന്ത്യൻ യുവാക്കളെ വലിയ തോതിൽ ആവേശം കൊള്ളിച്ച ആ വിപ്ലവകാരിയും അദ്ദേഹത്തിൻ്റെ സഖാക്കൾക്കും ഇന്ത്യ ചരിത്രത്തിലുള്ള റോൾ എന്താണ്? ഭഗത് സിംഗ് എന്ന ഒരു വിപ്ലവകാരി ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇത്തരത്തിൽ ധാരാളം വിപ്ലവകാരികളെ പലതരത്തിൽ പല പ്രദേശങ്ങളിലായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് 20-ാം നൂറ്റാണ്ടിൽ അതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരു വിപ്ലവകാരികൾ എന്ന ഒരു വിഭാഗം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആവിർഭവിച്ചത്? അതിനെ നമുക്ക് ചരിത്രപരമായി മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം നമുക്കറിയാവുന്നതുപോലെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നും ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്നും ഒക്കെ വിളിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ചും മധ്യവർഗത്തിൽപ്പെട്ട യുവാക്കളുടെ ഇടയിൽ. ഈ യുവാക്കളിൽ വലിയ തരത്തിലുള്ള ദേശീയ ബോധവും ഇന്ത്യ എന്ന പരമ്പരാഗതമായ ഒരു ജാതിബദ്ധമായ സമൂഹത്തെ പുനർനിർവചിക്കേണ്ടതുണ്ടെന്നും ഒരു ആധുനിക സമൂഹമാക്കി ഇന്ത്യയെ മാറ്റിയാൽ മാത്രമേ സ്വതന്ത്ര ഇന്ത്യ അല്ലെങ്കിൽ സമത്വപൂർണമായ ഒരു ഇന്ത്യ സാധ്യമാകൂ എന്ന ബോധ്യം ആ കാലത്തുള്ള യുവാക്കളിൽ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസം സിദ്ധിച്ച യുവാക്കളിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിക്കുകയും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ തന്നെ പലതരത്തിലുള്ള സംഘടനകൾ സ്വാതന്ത്ര്യ വാഞ്ചികളായിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സാധ്യത്തിലേക്കുള്ള സ്വാതന്ത്ര്യ ലബ്ധിയിലേക്കുള്ള പ്രവർത്തകരായ സ്വാതന്ത്ര്യ സമര സേനാനികളായ ഒരുപാട് യുവാക്കളെ പലതരത്തിലുള്ള സംഘടനകളിലൂടെ രംഗത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരു സംഘടന മാത്രമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവിർഭാവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് ഒരു സേഫ്റ്റി വാൾവ് ആയിരുന്നു. അഥവാ ബ്രിട്ടീഷ് അധികാരികൾക്ക്, അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയും ലോർഡ് ഡഫറിൻ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന A.O. ഹ്യൂം എന്നറിയപ്പെടുന്ന അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്നറിയപ്പെടുന്ന A.O. ഹ്യൂമും കൂടെ ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു സംഘടനയ്ക്ക്, ഇന്ത്യയിലെ വിദ്യാഭ്യാസം കിട്ടിയ അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ ഒരു സംഘടന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ സർക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഒരു സേഫ്റ്റി വാൾവായിട്ട്, ഒരു പ്രക്ഷോഭം തടയുന്നതിനുള്ള സേഫ്റ്റി വാൾവായി ഒരു സംഘടന ആവശ്യമാണ് എന്ന തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അത് 1885 ഡിസംബർ അവസാനത്തോടുകൂടി, അതായത് 86 തുടക്കം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. പ്രധാനമായും വക്കീൽമാരും മറ്റ് മധ്യവർഗത്തിൽപ്പെട്ട ആളുകളും പഴയ പരമ്പരാഗതമായ ജന്മി കുടുംബങ്ങളിൽപ്പെട്ട ആളുകളും ഒക്കെ ആയിരുന്നു ഈ സംഘടനയുടെ മുൻപന്തിയിൽ നിന്നിരുന്നത്. ഇത്തരത്തിലുള്ള ഒരു സംഘടനയ്ക്ക് ഇന്ത്യയുടെ പൊതുവായ ആശയം സർക്കാരിലേക്ക് എത്തിക്കുന്നതിനോ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനോ ആളുകളുടെ ആവശ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനോ പോലും സാധ്യമല്ല എന്ന തിരിച്ചറിവ് തുടക്കം മുതൽ ആളുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വരേണ്യവർഗത്തിന്റെ സംഘടനയായിട്ടാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആളുകൾ കണ്ടിരുന്നത്. അത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയും ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. അതിലുണ്ടായിരുന്നത് ആളുകൾ എന്ന് പറയുന്നത് സാധാരണ നമ്മൾക്കറിയാവുന്നത് പോലെ അന്നത്തെ പ്രമുഖരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, വക്കീലുമാർ, അങ്ങനെയുള്ള മധ്യവർഗവും ഉപരിവർഗവും പെട്ട ആളുകൾ മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഈ സമയത്താണ് ഇന്ത്യയിൽ പുതുതായി എമർജ് ചെയ്യുന്ന അഥവാ പുതിയതായി വിദ്യാഭ്യാസം കിട്ടിയ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വരുന്ന ആളുകളുടെ ഇടയിൽ വലിയ തോതിലുള്ള ഒരു നിരാശ ബാധിക്കുന്നത്. ഇത്തരത്തിൽ ദേശീയ പ്രസ്ഥാനം പോയി കഴിഞ്ഞാൽ ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു സേവക വൃന്ദത്തെ ഇന്ത്യയിൽ സൃഷ്ടിക്കുക മാത്രമേ ചെയ്യൂ എന്നുള്ള ഒരു ധാരണ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ആ ഡിസെൻഡൻ ആണ് ഈ ജനങ്ങളുടെ ഇടയിലുള്ള നിരാശയാണ് ഒരു ഡിസെൻഡ് രൂപത്തിൽ 1907 ആകുമ്പോഴേക്ക് ഇന്ത്യയിൽ പ്രകടിത രൂപം തന്നെ വരുന്നത്. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണ സൂറത്ത് സ്പ്ലിറ്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തീവ്രവാദികൾ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിൻ്റെ വക്താക്കളായിരുന്ന ആളുകൾ, അതുപോലെ മാറ്റം അനിവാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം. ഇത് ഒരു പ്രകടിതമായി വന്ന ഒരു പ്രധാന വിഭാഗം മാത്രമാണ്. അല്ലാതെയും പലതരത്തിലുള്ള ഡിസെൻറ്റുള്ള ആളുകൾ ഈ കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ചിരുന്നു. പലപ്പോഴും കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യമൊക്കെ ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഒരു നിരാശ ബാധിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ തോതിലുള്ള നിരാശ ബാധിച്ച ഈ ആളുകൾ പലതരത്തിലുള്ള സംഘടനകൾ രൂപീകരിക്കാൻ തുടങ്ങി. തിലകിൻ്റെയും മറ്റും നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം അങ്ങനെയും ഒരു ദേശീയവാദികളായി തീവ്ര ദേശീയവാദികളായിട്ട് വളർന്നു വരുന്ന
ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കും. 1907 ഈ പ്രക്ഷുബ്ധമായ ഇന്ത്യൻ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയാം. തുടർന്ന് 1919 ഒക്കെ ആകുമ്പോഴേക്ക് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് നിമിത്തമായ പ്രധാന കാരണം 1919 ജാലിയൻ വാലാബാഗ് മസാക്കർ എന്നത് ഒരു കൂട്ടക്കൊലയായിരുന്നു. പ്ലാൻഡ് ആയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ ഒരു കൂട്ടക്കൊലയാണ്. ഈ കൂട്ടക്കൊല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ, അതുവരെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ലാതിരുന്ന ദക്ഷിണേന്ത്യ ഉൾപ്പെടെ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർന്നു വരാൻ ഈ സംഭവം കാരണമായി. ഇത് ബ്രിട്ടീഷുകാർ നടത്തിയ കരുതിക്കൂട്ടിയുള്ള ഒരു കൂട്ടക്കൊലയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഈ സംഭവം ഇന്ത്യയിൽ വലിയ തോതിലുള്ള നിരാശ ബാധിച്ച ആളുകൾ നേരിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് രംഗപ്രവേശനം ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം. അന്ന് വളരെ ചെറിയ കുട്ടിയായിരുന്നു ഭഗത് സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം DAV സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ദേശീയവാദികളൊക്കെ സ്ഥാപിച്ച സ്കൂളാണത്. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ഭഗത് സിംഗ് അദ്ദേഹം ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ കൂട്ടക്കൊല നടന്ന പ്രദേശത്ത് പോയി അവിടുന്ന് രക്തം പുരണ്ട മണ്ണെടുത്ത് സൂക്ഷിച്ചു എന്നതൊക്കെ നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ള സംഭവമാണ്. ഇതൊക്കെ നമുക്ക് സംശയം തോന്നാം, ഒരു ചെറിയ കുട്ടിയായ സ്കൂൾ വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ദേശീയ ബോധം അല്ലെങ്കിൽ ഒരു വികാരം ആ സമയത്ത് ഉണ്ടാവുന്നത്? അതിന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം കൂടെ നോക്കേണ്ടതുണ്ട്. അദ്ദേഹം വളരെ രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും അമ്മാവനും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചതിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്നിരുന്നു. മറ്റൊരമ്മാവൻ കർഷകരെ സംഘടിച്ചതിൻ്റെ പേരിൽ നാട് കടത്തപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ദേശീയ ബോധമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഭഗത് സിംഗ് വരുന്നത്. അതുകൊണ്ടാണ് ചെറിയ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ, ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ ഇത്തരത്തിലുള്ള ബ്രിട്ടീഷ് വിരുദ്ധ വികാരവും ദേശീയ ബോധവും ഒക്കെ വളർന്നു വരുന്നത്. ഈ ദേശീയ ബോധത്തെ പിന്നീട് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലേക്ക് തന്നെ എടുത്തു ചാടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു യുവാവായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ യുവാക്കളിലാകെ ആവേശം ജനിപ്പിക്കുന്ന ഒരു വിപ്ലവകാരിയായിട്ട് അദ്ദേഹത്തെ വളർത്തുന്നതിലേക്കാണ് നയിച്ചത്. ഭഗത് സിംഗിന്റെ ജീവിതം ഒറ്റ ഒരു ഒഴുക്കല്ല. അദ്ദേഹത്തെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയാറുണ്ട്. എന്തായിരുന്നു ഭഗത് സിംഗ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒറ്റ ഒരു അഭിപ്രായം പറയാൻ സാധ്യമല്ല. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രക്ഷുബ്ധമായ യൗവനത്തിലൂടെ വന്ന തീവ്ര വിപ്ലവ ബോധമുള്ള വിപ്ലവകാരിയായിട്ടുള്ള എടുത്തുചാട്ടക്കാരനായ ഒരു വിപ്ലവകാരിയായിട്ടാണ് ഭഗത് സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. പക്ഷേ അതേ ഭഗത് സിംഗ് തുടർന്ന് അദ്ദേഹത്തിൻ്റെ വായനയിലൂടെയും ഇടതുപക്ഷത്തിലേക്ക് വരികയും മാർക്സിനെ, ലെനിൻ ഉൾപ്പെടെയുള്ള പുരോഗമന ഇടതുപക്ഷ രാഷ്ട്രീയ ധാരകളെ പരിചയപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് റവല്യൂഷണറി ചിന്ത ശക്തമായി വന്നതിനെ തുടർന്ന് അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ലൈനിലേക്ക് അദ്ദേഹത്തിൻ്റെ പരിവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. 1924 ആകുമ്പോഴേക്ക് ഇത്തരത്തിലുള്ള ഒരു പരിവർത്തനം കാണാൻ സാധിക്കും. ഇത് നമുക്ക് വ്യക്തമാകുന്നത് ഭഗത് സിംഗ് ആരംഭിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത സംഘടനകളുടെ സ്വഭാവം എടുത്താൽ മനസ്സിലാവും. ഇന്ത്യൻ ദേശീയവാദികൾ സ്ഥാപിച്ച DAV കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു ഭഗത് സിംഗ്. ആ കോളേജിൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറിയിട്ട് 1924 ആകുമ്പോഴേക്ക് അദ്ദേഹം കാൺപൂരിലെത്തുകയും കാൺപൂരിൽ അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്ന സമകാലികരായ പല വിപ്ലവകാരികൾ ചേർന്ന് HRA എന്ന ഒരു വിപ്ലവ സംഘടന രൂപീകരിക്കുകയും ചെയ്തു. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നായിരുന്നു HRA എന്ന സംഘടനയുടെ പൂർണ്ണരൂപം. ഈ സംഘടന തീവ്ര വിപ്ലവകാരികളായിരുന്ന യുവാക്കളാണ്. ഈ യുവാക്കൾ വിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം സാധ്യമാക്കും, അല്ലെങ്കിൽ ഈ വിപ്ലവത്തിലൂടെ മാത്രമേ ഇന്ത്യയിൽ വിപ്ലവം സാധ്യമാകൂ, അതിലൂടെ മാത്രമേ ഇന്ത്യൻ സ്വാതന്ത്ര്യം കരസ്ഥമാകൂ എന്ന് വിശ്വസിച്ചിരുന്ന തീവ്ര ചിന്താഗതിയുള്ള യുവാക്കളായിരുന്നു. ഈ തീവ്ര ചിന്താഗതിയുള്ള യുവാക്കൾ ചേർന്ന് 1924 സ്ഥാപിച്ച ഈ സംഘടന പല തരത്തിലുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് കാൺപൂരിൽ നിന്നും അദ്ദേഹം പുതിയ സാഹിത്യങ്ങൾ പരിചയപ്പെടുകയും മാർക്സിസ്റ്റ് ചിന്താധാരയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അന്ന് പ്രസക്തരായിരുന്ന, അല്ലെങ്കിൽ ലോകത്ത് അന്ന് കൂടുതൽ വായിക്കപ്പെട്ടിരുന്ന കാൾ മാർക്സ്, ഫ്രെഡറിക് ഏംഗൽസ്, ലെനിൻ, ദസ്തയേവ്സ്കി പോലുള്ള ചിന്തകരെ ഇദ്ദേഹം കാര്യമായി വായിക്കുകയും ആ വായന അദ്ദേഹത്തിൽ വലിയ തോതിലുള്ള പരിവർത്തനത്തിന് കാരണമാവുകയും ചെയ്തു. ഈ പരിവർത്തനം ഇദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങളിലും കാണാൻ സാധിക്കും. അതുവരെ ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന തീവ്ര വിപ്ലവ ചിന്താഗതികൾ, വിപ്ലവത്തിൻ്റെ എടുത്തുചാട്ടമുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഭഗത് സിംഗും സഖാക്കളും 1926 നവജവാൻ ഭാരത സഭ എന്ന പുതിയ ഒരു സംഘടന രൂപീകരിച്ചു. ഈ സംഘടനയുടെ പ്രത്യേകത, ഇത്
തൊഴിലാളികളും കർഷകരും ചേർന്നുള്ള വിപ്ലവ സംഘടനയാണ്. കർഷകരും ചേർന്നുള്ള വിപ്ലവത്തിലൂടെ പരിവർത്തനം സാധ്യമാകുമെന്നും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പരിപ്രേക്ഷ്യം വളരെ കൃത്യമായി സംഘടിത രൂപം കൈവന്ന ഒന്നായിരുന്നു ഈ നവജവാൻ ഭാരതസഭ. ഇത് 1926 ഇദ്ദേഹം രൂപീകരിക്കുന്നത്. അതിനെ തുടർന്ന് ആ നവജവാൻ ഭാരതസഭ വിപ്ലവകാരികളുടെ ഒരു കൂട്ടായ്മയായിരുന്നു, വിപ്ലവകാരികളുടെ ഒരു പ്രവർത്തന കേന്ദ്രമായിട്ട് ഈ സംഘടന പരിവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അതിനെ തുടർന്ന് 2 വർഷം കൂടെ കഴിയുമ്പോൾ 1928 ആകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള HRA എന്ന സംഘടന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന പുനർനാമകരണം ചെയ്യപ്പെട്ടു. വെറും ഒരു പേരിലുള്ള മാറ്റമല്ല, അത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന പേരിലാണ് സംഘടന മാറുന്നത്. സോഷ്യലിസം എന്ന ആശയം ഈ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ഭഗത് സിംഗിൻ്റെയും സഖാക്കളുടെയും പ്രവർത്തനങ്ങളിൽ രൂഢമൂലമായ ഒരു ആശയമായിട്ട് ഈ ഘട്ടമാവുമ്പോഴേക്ക് മാറുന്നുണ്ട്. ഇത് ഇദ്ദേഹത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു മാറ്റമല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം പോലും സംഭവിക്കുന്ന ഒന്നല്ല. 1917 റഷ്യയിൽ സംഭവിച്ച ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിലുള്ള റഷ്യൻ റവല്യൂഷൻ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഒക്ടോബർ റവല്യൂഷൻ എന്ന് വിളിക്കുന്ന റഷ്യൻ റവല്യൂഷനെ തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ആവേശം ആളുകളിൽ വരികയും സോഷ്യലിസമാണ് ലോകത്തിൻ്റെ ഭാവി എന്നുള്ള ഒരു ചിന്താധാര ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നമുക്ക് കേരളത്തിലും കാണാൻ സാധിക്കും. കേരളത്തിൽ ആ സമയത്ത് വരുന്ന സാഹിത്യങ്ങളിലൊക്കെ നമുക്ക്, അതുപോലെയുള്ള ലേഖനങ്ങളിൽ ഒക്കെ നമുക്ക് ഈ ഒരു ആശയധാര കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രതിഫലനം ഭഗത് സിംഗിലും കണ്ടു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള വിപ്ലവകാരികൾ വലിയ തോതിലുള്ള സോഷ്യലിസ്റ്റ് ആവേശം, സോഷ്യലിസം എന്ന ആശയത്തോടുള്ള അഭിനിവേശം വലിയ തോതിൽ കാണപ്പെടുകയും അവർ സോഷ്യലിസ്റ്റ് ചിന്താധാരയിലേക്ക് ചാടി വീഴുകയും അതാണ് ഇന്ത്യയുടെ ഭാവി എന്ന തരത്തിലേക്ക്, എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. സോഷ്യലിസത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള ഒരു ആശയധാര ഇന്ത്യൻ വിപ്ലവകാരികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രബലമായ ഒരു വിഭാഗത്തിനിടയ്ക്കുണ്ടായി. ഇത് വെറുതെ തോന്നുന്നതല്ല. ഇന്ത്യയുടെ അന്നത്തെ സാഹചര്യം നമുക്ക് നോക്കാം. ഇന്ത്യയിൽ എന്തായിരുന്നു 20-ാം നൂറ്റാണ്ട് തുടക്കത്തിലുള്ള ഇന്ത്യൻ സാഹചര്യം? നമുക്കറിയാം, ജാതിബദ്ധമായ ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടായിരുന്ന ഒരു ജാതി ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി മറ്റൊരു എലമെന്റും കൂടെ ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അത് വർഗീയതയാണ്. അതിനു മുമ്പുണ്ടായിരുന്ന വിവിധ മതവിഭാഗങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള അന്തഛിദ്രം സൃഷ്ടിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇഞ്ചക്ട് ചെയ്ത ഒരു ആശയമായിരുന്നു വർഗീയത. ഈ ബ്രിട്ടീഷുകാർ വർഗീയത കുത്തിവെച്ചത് വലിയ തോതിൽ ഇന്ത്യൻ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ വർഗീയ ചിന്താഗതി പ്രകടമായി തന്നെ വരുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ജാതീയതയും അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ജാതി എന്നുള്ളത് ഒരു കാനേഷുമാരി ഘടകമായിട്ട്, അല്ലെങ്കിൽ ഒരു സെൻസസ് എലമെൻ്റായിട്ട്, ഒരു സെൻസസ് ജാതിയായിട്ട് നമ്മുടെ ജാതി വ്യവസ്ഥ പരിവർത്തനം ചെയ്യുന്നുണ്ട്. അതായത് സർവീസിലേക്കും ഗവൺമെൻറ് സർവീസിലേക്കും മറ്റുമൊക്കെയുള്ള ആളുകൾ ചേർക്കുന്നതിനും മറ്റും ഒക്കെ ഈ ജാതി ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. അതായത് ജാതി പരമ്പരാഗതമായ ഉച്ചനീചത്വത്തിലുള്ള ഹെയറാർക്കിക്കലായ ജാതി വ്യവസ്ഥ ഒരു സെൻസസ് എലമെൻ്റായിട്ട് കൂടി മാറുന്നുണ്ട് ബ്രിട്ടീഷുകാരോടുകൂടി, ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി, അവരുടെ ഭരണത്തോടുകൂടി. ഇത്തരത്തിൽ ജാതിബദ്ധവും മതപരമായും വർഗീയപരമായി ഭിന്നിച്ചതുമായ ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. മാത്രമല്ല, നമുക്ക് വർഗാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള പരമ്പരാഗതമായ സ്വത്തും രാജാധിപത്യവും അധികാരങ്ങളും കൈയാളുന്ന വലിയ വിഭാഗം ആളുകൾ, അവരോടൊപ്പം തന്നെ അവരുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട വലിയ തോതിലുള്ള ആളുകൾ, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന കുറേ ജാതി വിഭാഗങ്ങൾ, ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ വിവിധ ശ്രേണിയിൽപ്പെട്ട ആളുകളെ ഇന്ത്യൻ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവർ തമ്മിലൊക്കെ തന്നെയും യുഗങ്ങളുടെ അന്തരമാണുള്ളത്. വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾക്കിടയിൽ യുഗങ്ങളുടെ അന്തരം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോക്ക് സാധ്യമാവുക? അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം, ബ്രിട്ടീഷ് വിരുദ്ധ മുന്നേറ്റം എങ്ങനെയാണ് ഉണ്ടാവുക? ആ ഘട്ടത്തിൽ ഇന്ത്യയിലെ വിപ്ലവകാരികൾ, ദേശീയ പ്രസ്ഥാനത്തിൽ മുന്നിട്ടിറങ്ങിയ പുതിയ യുവാക്കളുടെ ഇടയിൽ ഒരു ആശയം വന്നു. ഇത് ഒരു ആധുനിക സമൂഹമായി, ഒരു നവീന സമൂഹമായിട്ട് ഇന്ത്യയെ പരിവർത്തിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യക്കാരുടെ ഇടയിൽ ദേശീയ
ദേശീയബോധവും അതോടൊപ്പം തന്നെ ഐക്യവും ഒരു പുതിയ മുന്നേറ്റവും സാധ്യമാകൂ എന്നുള്ള ധാരണ ഏറെക്കുറെ എല്ലാ വിഭാഗം ദേശീയ നേതാക്കന്മാരുടെ ഇടയിലും ഉണ്ടായിരുന്നു. അതിലൊരു വിഭാഗമാണ് ഈ സോഷ്യലിസം എന്ന ആശയത്തിലേക്ക് വന്നത്. അതിലേക്ക് ആളുകളെ തള്ളിവിട്ടത്, അല്ലെങ്കിൽ സോഷ്യലിസം എന്ന ആശയത്തിലേക്ക് പുതിയ മധ്യവർഗത്തെ എത്തിച്ച ഒരു പ്രധാന ഘടകം അന്ന് നേരത്തെ സൂചിപ്പിച്ച റഷ്യൻ റവല്യൂഷനും അതിനെ തുടർന്ന് സോവിയറ്റ് യൂണിയന്റെ രൂപീകരണവുമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം നമുക്ക് വിപ്ലവകാരികൾ എന്ന് വിളിച്ച, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് വിപ്ലവകാരികളായി വന്ന, അല്ലെങ്കിൽ റവല്യൂഷണറി റാഡിക്കൽസ് ആയി മാറിയ ആളുകളിൽ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പല ആളുകളിലും നമുക്ക് ഇത്തരത്തിലുള്ള സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം കാണാൻ സാധിക്കും. അതിൽ പ്രധാനിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയവാദികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ, ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള സോഷ്യലിസ്റ്റ് ആശയത്തിന് ആഭിമുഖ്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനപ്പുറമുള്ള നിശ്ചല വിഭാഗം എന്നറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രബലമായ വിഭാഗവും ഉണ്ടായിരുന്നു എന്നർത്ഥം. അതായത് ദേശീയ പ്രസ്ഥാനത്തിനകത്ത് തന്നെ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ള ആളുകളും അതോടൊപ്പം തന്നെ ദേശീയവാദികളായി, പരമ്പരാഗത ദേശീയവാദികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകളും ഒരേ സമയം പ്രവർത്തിച്ചിരുന്നു. ഇവർ തമ്മിലുള്ള ആശയപരമായ സംഘടനകൾ നമുക്ക് പല ഘട്ടങ്ങളിലും കാണാൻ സാധിക്കും. 1930കളിലൊക്കെ വളരെ ശക്തമായി തന്നെ ഇത്തരത്തിലുള്ള സംഘർഷം, ആശയപരമായ സംഘർഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം വളർന്നു വന്ന ഒരു വിഭാഗം ആളുകൾ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും സംഘടനാപരമായി തന്നെ കമ്മ്യൂണിസ്റ്റുകാരായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സംഘടനാപരമായി തന്നെ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഭഗത് സിംഗിനെ കാണാൻ സാധിക്കില്ല. അത് ഇന്ത്യയിൽ നിന്നും മുഹാജിറുകൾ എന്ന ഒരു വിഭാഗം താഷ്കൻഡിലൂടെ പോവുകയും സോവിയറ്റ് യൂണിയനിൽ എത്തിച്ചേരുകയും അവിടുന്ന് ലെനിൻ്റെ ആശീർവാദത്തോടുകൂടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്ത ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയം ഇന്ത്യയുടെ മണ്ണിൽ വളരെ പ്രകടമായി വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള റവല്യൂഷണറീസിൻ്റെ ഉദയം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രബലമായ സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള വിപ്ലവകാരികളെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് പറയാം. ഈ വിപ്ലവകാരികളെ നിരാശയിലാഴ്ത്തുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ സംഭവിച്ച തെറ്റ് എന്ന് പിന്നീട് പല ചരിത്രകാരന്മാരും വിശേഷിപ്പിച്ച ഒരു സംഭവം കൂടിയുണ്ട്. അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട്, നിസ്സഹകരണ സമരങ്ങളുടെ ഭാഗമായിട്ട് ദേശീയ പ്രസ്ഥാനം അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുന്ന എല്ലാവിധം ആളുകളിലും, രാജ്യത്തിൻ്റെ നാനാവിഭാഗം ആളുകളുടെ ഇടയിലും ദേശീയ ബോധം മുറ്റിനിന്ന വളർന്നു വന്ന ഒരു ഘട്ടമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലുണ്ടായ നിസ്സഹകരണ സമരം. അതോടൊപ്പം തന്നെ ഉണ്ടായ ഖിലാഫത്ത് മൂവ്മെന്റും കൂടെ ചേർന്നിട്ട് അതുവരെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്ന ആളുകളെ കൂടി ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി. അത് കൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം 1920കളുടെ ഘട്ടത ആകുമ്പോഴേക്ക് വലിയ ഒരു മൂവ്മെൻ്റായിട്ട്, ജനകീയ മൂവ്മെൻ്റായിട്ട് മാറി. അതിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വളരെ ചെറുതല്ല. മഹാത്മാഗാന്ധി എന്ന ഒരു ഐക്കൺ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഈ 1920കളാണ്. 1917 മുതൽ അദ്ദേഹം ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് വിവിധ പ്രസ്ഥാനങ്ങൾ, ചെറിയ ചെറിയ സമരങ്ങളുടെ ഭാഗമായി 20 ആകുമ്പോഴേക്ക്, ഇന്ത്യൻ നിസ്സഹകരണ സമരത്തിൻ്റെ ഘട്ടമാകുമ്പോഴേക്ക് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ദേശീയ നേതാവായിട്ട് ഈ മഹാത്മാഗാന്ധി മാറുന്നുണ്ട്. ഇത് നിസ്സഹകരണ സമരത്തെ വലിയ തോതിൽ ത്വരിതപ്പെടുത്തി. മാത്രമല്ല, അതുവരെ സമരത്തിൻ്റെ ഭാഗമല്ലാതിരുന്ന ആളുകളെ കൂടി ഈ സമരത്തിൻ്റെ ഭാഗമാക്കി. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പഞ്ചാബിലുണ്ടാകുന്ന മൂവ്മെൻറ്റ്, കേരളത്തിൽ നമുക്ക് മലബാർ കലാപം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന കലാപം ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. അതായത് അതുവരെയും സമരത്തിൻ്റെ ഭാഗമല്ലാതിരുന്ന, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്ന ആളുകൾ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു ഘട്ടമാണ്. അത് ഗാന്ധിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ മുന്നേറ്റം കൊടുമ്പിരി കൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വിഭാഗം ആളുകളും മാറിയ ഘട്ടത്തിൽ 1922 ഇത് ഒരു തീവ്ര സ്വഭാവം വരുന്നുണ്ട്. അതായത് ദേശീയ പ്രസ്ഥാനത്തും അതിൻ്റെ ദേശീയ സമരങ്ങൾ അതിൻ്റെ വളരെ വളർന്ന ഒരു വികസിത രൂപത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ പൊടുന്നനെ ഈ സമരം അവസാനിപ്പിക്കുന്നു. 1922 ഫെബ്രുവരിയിൽ ചൗരി ചൗര, ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ആളുകൾ തീവയ്ക്കുകയും പോലീസുകാർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇത്
ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അത് വെറുതെ ആളുകൾ പോയി തീവെച്ചതല്ല, കൃത്യമായ പ്രകോപനം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്തരത്തിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായത്. എന്തൊക്കെയായാലും ആ മൂവ്മെൻറ്റിനെ തുടർന്ന് മഹാത്മാഗാന്ധി നിസ്സഹകരണ സമരം ഉടൻ തന്നെ അവസാനിപ്പിക്കുന്നു. പിന്നീട് ഈ നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളുകളെ പെരുവഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇത് വലിയ നിരാശയാണ് ആളുകൾ ഉണ്ടാക്കിയത്. ഈ നിരാശയുടെ പ്രകടിത രൂപമാണ് അന്ന് ഉണ്ടായ പല റാഡിക്കൽ സംഘടനകളുടെയും കമ്മ്യൂണിസ്റ്റ് റവല്യൂഷണറീസിൻ്റെയും ഒക്കെ ഒരു വളർച്ചയ്ക്ക് കാരണമായതെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ അത്തരത്തിൽപ്പെട്ട ഒരാളാണ് ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് സഖാക്കളുമൊക്കെ. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം അവസാനിപ്പിച്ചപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ബാധിച്ച ഈ നിരാശ എങ്ങനെ മുതലെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് വിവിധ സംഘടനകൾ പലതരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് റവല്യൂഷണറീസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളൊക്കെ അത്തരത്തിൽ ഈ മൂവ്മെൻറ്റിനെ മറ്റൊരു തരത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തി. പക്ഷേ അങ്ങനെ വിപ്ലവകരമായിട്ട് ഇന്ത്യയിൽ ഉടൻ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്ന്, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ആശയം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ചിന്താധാരയുടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗം 1921 വിപ്ലവകാരികൾ അഥവാ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യ ഉടൻ തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നു, അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട് അത് മൂർധന്യത്തിലേക്ക് എത്തി വളർച്ച പ്രാപിച്ചു, നമ്മൾ വികസിതമായിട്ടുള്ള ഒരു വിപ്ലവ ബോധം വളർന്ന ഒരു ജനതയായി പരിവർത്തനം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി നമ്മളുടെ മുമ്പിലുള്ള ആശയം സ്വരാജാണ്, പൂർണ്ണ സ്വരാജാണ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അടുത്ത ലക്ഷ്യമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 1921 നടന്ന അഹമ്മദാബാദ് കോൺഗ്രസ് സെഷനിൽ പങ്കെടുത്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്ന ഹസ്രത്ത് മൊഹാനി ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഹസ്രത്ത് മൊഹാനി 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സെഷനിൽ വെച്ച് അവതരിപ്പിച്ച പ്രമേയമായിരുന്നു പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജ് എന്ന ആശയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നൽകിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഹസ്രത്ത് മൊഹാനിയാണ് ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ആ പ്രമേയം തള്ളിക്കളഞ്ഞു. കാരണം അത്തരത്തിൽ ഇന്ത്യ ഒരു വികസിതമായ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്താനുള്ള ഒരു പാകപ്പെടൽ ഇന്ത്യക്കാരിൽ നടന്നിട്ടില്ല എന്ന വാദക്കാരായിരുന്നു കോൺഗ്രസിൻ്റെ അകത്തുണ്ടായിരുന്ന പ്രമുഖരെല്ലാം. അവർ ഇന്ത്യക്ക് ഡൊമീനിയൻ പദവിയാണ് ആവശ്യം, അഥവാ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ ഡൊമീനിയൻ പദവിയാണ് ഇന്ത്യക്ക് ആവശ്യം എന്ന വാദമായിരുന്നു കോൺഗ്രസിനകത്ത് പ്രമുഖർക്കെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ മൊഹാനിയുടെ ചിന്ത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം കോൺഗ്രസിനകത്ത് സ്വീകരിക്കപ്പെട്ടില്ല. പിന്നീട് കോൺഗ്രസ് ആ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്, പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കുന്നത് 1929 1929, അതായത് 8 വർഷത്തിന് ശേഷം 1929 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷനിലാണ് ഈ പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കുന്നത്. അഥവാ അപ്പോഴേക്ക് കാലം കുറേ മുന്നോട്ട് പോയിരുന്നു. ഈ ഘട്ടത്തിൽ എന്തായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഗാന്ധിയുടെ റോളെന്ന് നമുക്ക് നോക്കാം. ഈ ഘട്ടത്തിലാണ് ഗാന്ധിജി നിർമ്മാണാത്മക പ്രവർത്തനം അഥവാ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന സാമൂഹിക പരിവർത്തന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ജാതി ഉന്മൂലനം, ഹിന്ദി ഭാഷയുടെ പ്രചാരണം പോലുള്ള പലതരത്തിലുള്ള മൂവ്മെൻറ്റുകളും നടത്തുന്നുണ്ട്. ഹിന്ദി ഭാഷ ചർക്ക ഒക്കെ പ്രചരിപ്പിക്കുകയും ജാതി ഉന്മൂലനം ചെയ്യുകയും ഇന്ത്യക്കാരുടെ ഇടയിൽ, അതായത് ഒരു സാമൂഹിക മാനസിക പരിവർത്തനമാണ് ഇന്ത്യക്കാർക്ക് വേണ്ടത് എന്ന തരത്തിലുള്ള ചിന്താഗതി ഗാന്ധി പോയിരുന്നു. അഥവാ വളരെ തീവ്രമായിട്ടുള്ള വിപ്ലവ ചിന്താഗതിയിലേക്ക് വന്ന ഇന്ത്യൻ യുവതയെ പൊടുന്നനെ തല്ലിക്കെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സാമൂഹ്യ പരിവർത്തനം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സാമൂഹ്യ പരിവർത്തനം വന്നതിന് ശേഷം മാത്രമേ ഇന്ത്യക്കാർ ഇനി മുന്നോട്ട് പോകുള്ളൂ, അഥവാ ഇന്ത്യക്കാർക്ക് സാമൂഹ്യ പരിവർത്തനമാണ് രാഷ്ട്രീയ പരിവർത്തനത്തിനേക്കാൾ മുന്നേ ആവശ്യമെന്നൊരു ചിന്തയിലേക്ക് ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എത്തി എന്നുള്ളതാണ്. ഇത് നമുക്ക് നോക്കൂ, ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വിപ്ലവാത്മകമായി എടുത്തുചാട്ടത്തിൻ്റെ ഘട്ടത്തിലെത്തിയ ഇന്ത്യൻ യുവാക്കളുടെ ഇടയിലേക്കാണ് നിങ്ങൾ താഴെക്കടയിൽ പോയിട്ട് സാമൂഹ്യ പരിവർത്തനം നടത്തി വരൂ, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കൂ, ചർക്കയിൽ നൂല് നോൽക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ത്യക്കാരെ സ്വയം പര്യാപ്തരാക്കൂ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഈ മൂവ്മെൻറ്റ് ഇത് വലിയ തോതിലുള്ള നിരാശയാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രബലമായിട്ട് വരുന്ന പ്രകടമായി തന്നെ അതുപോലെ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ആളുകൾ പ്രകടമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല കോൺഗ്രസിനോടുള്ളൊരു വൈമുഖ്യം ആളുകളുടെ ഇടയിൽ ഉണ്ടാവാനും കാരണമായി, ഈ വിപ്ലവകാരികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടാവാനും കാരണമായി. പക്ഷേ അതിനെ കോൺഗ്രസ് മറികടന്നു. ഇന്ത്യൻ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ഒരു മാസ് പുള്ളറായിരുന്നു, ഒരു ക്രൗഡ് പുള്ളറായിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ ആവാഹിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ
വളരെ താഴെക്കടയിൽ നിന്നിരുന്ന കുടുംബങ്ങൾ കഴിഞ്ഞിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ ഈ നാഷണൽ മൂവ്മെന്റ് ഭാഗമാക്കി കൊണ്ടുവന്നുകൊണ്ട് ഗാന്ധിജി പ്രതിസന്ധിയെ മറികടക്കുകയാണ് ചെയ്യുന്നത്. ഗാന്ധിയുടെ ഈ ക്രൗഡ് പുള്ളർ എന്ന സ്വഭാവം നമുക്ക് കേരളത്തിലും പ്രകടമായി തന്നെ കാണാൻ സാധിക്കും. ആദ്യമായി ഗാന്ധിജി കേരളത്തിൽ വരുന്നത് 1920 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. മൗലാന ഷൗക്കത്ത് അലിയും ഗാന്ധിജിയും കോഴിക്കോട് വരുന്നു. അദ്ദേഹം കാസർഗോഡ് വഴി മംഗലാപുരത്തേക്ക് പോകുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് രസകരമായ ഒരു കാര്യം, ഗാന്ധിജിയെ വലിയ തോതിൽ ആകർഷിച്ച ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. അത് നമുക്ക് അത്ര ചർച്ചകളിൽ അത്ര കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാം. 1920 ഗാന്ധിജി കേരളത്തിൽ വരുന്നു. അതായത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്, നിസ്സഹകരണമാണ്, അഥവാ ഹിന്ദു മുസ്ലിം ഐക്യം എന്നുള്ള ഒരു പ്രധാന ആശയമാണ് അവർ ഉയർത്തിപ്പിടിച്ചിരുന്നത്. കേരളത്തിൽ ഗാന്ധിജി വരുന്ന എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് മംഗളപത്രം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് കൂടിയ ആളുകൾ ഒരു മംഗളപത്രം അലങ്കരിച്ച് ഇദ്ദേഹത്തിന് അത് വായിക്കുകയും അത് അവർക്ക് ദാനം ചെയ്യുകയും ചെയ്യും. പിന്നീട് അത് ലേലം ചെയ്ത് ഫണ്ടിലേക്ക് ചേർക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ സ്വഭാവം. ഇത്തരത്തിൽ ആദ്യത്തെ ഘട്ടത്തിൽ കേരളത്തിൽ വന്ന് കോഴിക്കോട് വന്നു, കടപ്പുറത്ത് അവർ സംസാരിച്ചു, പ്രസംഗിച്ചു. അതിനെ തുടർന്ന് കാസർഗോഡ് വഴി മംഗലാപുരത്ത് പോയി. കാസർഗോഡ് ഗാന്ധി ഇറങ്ങുന്നില്ല, പക്ഷേ ട്രെയിനിനകത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൂടിയ ആളുകളെ ജസ്റ്റ് അഭിസംബോധന ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടുന്ന് ഗാന്ധിക്ക് ഒരു മംഗളപത്രം കൊടുത്തു. ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിക്കും ഈ കാസർഗോഡ് വെച്ച് മംഗളപത്രം കൊടുത്തു. ഇതിൽ ഗാന്ധിജിയെയും മൗലാന ഷൗക്കത്ത് അലിയെയും ഡിയർ റവേർഡ് ബ്രദേഴ്സ് എന്നാണ് മലയാളികൾ അഭിസംബോധന ചെയ്തത്. ഗാന്ധിജി ഇത് ഇവിടുന്ന് പോയി മംഗലാപുരത്തെത്തി ഈ അഭിസംബോധന ഡിയർ റവേർഡ് ബ്രദേഴ്സ് എന്ന അഭിസംബോധനയും തുടർന്ന് അതിൽ പറഞ്ഞ കാര്യങ്ങളും ഗാന്ധിയെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ഗാന്ധിജി മംഗലാപുരത്ത് വെച്ച് നടത്തുന്ന പ്രസംഗത്തിൽ പറഞ്ഞു, എന്നെയും മൗലാന ഷൗക്കത്ത് അലിയെയും മലയാളികൾ ബ്രദേഴ്സ്, ഡിയർ റവേർഡ് ബ്രദേഴ്സ് എന്നാണ് അഭിസംബോധന ചെയ്തത്. അഥവാ ഞങ്ങൾ ഈ യാത്ര കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ യാത്രയുടെ മുഴുവൻ ഉദ്ദേശവും കൃത്യമായി പ്രതിഫലിക്കുന്ന ഒരു മംഗളപത്രമാണിതെന്ന് ഗാന്ധിജി മംഗലാപുരത്ത് വെച്ച് പ്രസംഗിക്കുന്നത്. അഥവാ മലയാളികളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യം, ഹിന്ദു മുസ്ലിം സാഹോദര്യം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഗാന്ധിജിയെ സംബന്ധിച്ച് ഇത് ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് ഇതൊരു വളരെ താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു. ഗാന്ധിജിക്ക് അത്ര പരിചയമില്ലാത്ത ഒരാശയമായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യം, മലയാളികൾക്കിടയിലുള്ള ഹിന്ദു മുസ്ലിം ഐക്യം. നമ്മൾ മലയാളികൾ ചരിത്രപരമായി സിദ്ധിച്ച ഒന്നാണത്, ഒരു ആശയമാണ്, ഒരു കാര്യമാണത്. പക്ഷേ അത് ഗാന്ധിജിയെ വലിയ തോതിൽ സ്വാധീനിച്ചതാണ്. പിന്നീട് രണ്ടാമത് ഇദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. ഈ സമയത്തൊക്കെ നമ്മൾ 24 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടും തുടർന്ന് 25 അത് വരുന്നത്. 25 വന്നു, 27 വന്നു, 34 37 അങ്ങനെ 5 തവണയാണ് മഹാത്മാഗാന്ധി കേരളത്തിൽ വരുന്നത്. ഈ 5 തവണയും മഹാത്മാഗാന്ധിയെ വലിയ തോതിലുള്ള ജനക്കൂട്ടമാണ് സ്വീകരിച്ചത്. സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയ ആബാലവൃദ്ധം ജനങ്ങൾ വലിയ തോതിൽ കൂട്ടായ്മകളായിട്ട് ഗാന്ധിജി വരുന്ന പ്രസംഗിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഗാന്ധിജി ഒരു ക്രൗഡ് പുള്ളറായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു നിദർശനമാണിത്. ഇത് ഈ വഴി ക്രൗഡ് പുള്ളിങ്ങിലൂടെയാണ്, അല്ലെങ്കിൽ മാസീവായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, അല്ലെങ്കിൽ ഗാന്ധി ഒരു മഹാത്മാവായി മാറുന്നത് ഇതിലൂടെയാണ്. ഇങ്ങനെ മഹാത്മാവായി മാറിയ ഗാന്ധിജിയാണ് ഇത്തരത്തിലുണ്ടായ ഒരു ദേശീയ പ്രതിസന്ധിയെ, അല്ലെങ്കിൽ ദേശീയവാദികളായിട്ടുണ്ടായിരുന്ന ആളുകളുടെ ഇടയിൽ, തീവ്രവാദികളായിട്ടുണ്ടായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ റവല്യൂഷണറീസ് ആയിട്ടുണ്ടായിരുന്ന റാഡിക്കൽ യുവാക്കളായിട്ടുണ്ടായിരുന്ന ആളുകളുടെ ഇടയിൽ ബാധിച്ച ഈ നിരാശയെ ഇത്തരത്തിൽ ഒരു മാസീവായിട്ടുള്ള മുന്നേറ്റങ്ങളിലൂടെയാണ് ഗാന്ധിജി മറികടന്നത്. മാത്രമല്ല ഈ മുന്നേറ്റം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മാണാത്മക പ്രവർത്തനമാണ് ഗാന്ധി നടത്തുന്നത്. പിന്നീട് കുറെ കാലത്തേക്ക് വലിയൊരു മൂവ്മെന്റ് ഒന്നും തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ ഗാന്ധിയുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. അത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുക ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ദണ്ഡി മാർച്ചും ഉപ്പു അപ്പം മാത്രമാണ് ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അതുവരെ ഉള്ള സാമൂഹ്യ പരിവർത്തന മുന്നേറ്റം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമൂഹ്യ പരിവർത്തന ആശയങ്ങൾ, അതിനുള്ള പദ്ധതികൾ ഒക്കെയാണ് ഈ ഗാന്ധിജിയും മറ്റു നേതൃത്വത്തിലുണ്ടായിരുന്നത്. ഇതാണ് ഈ റവല്യൂഷണറീസിനെ ഈ കോൺഗ്രസിൽ നിന്നും പൂർണ്ണമായി മാറിക്കൊണ്ട് മറ്റൊരു പാത, റവല്യൂഷണറി ആയിട്ടുള്ള ഒരു പാത ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചത്. ഇതിൽ ഭഗത് സിംഗ് അതിൻ്റെ ഭാഗമായിരുന്നു. മറ്റ് ഒരുപാട് റവല്യൂഷണറീസിനെ നമുക്ക് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് 20കളിൽ ഒരു പ്രക്ഷുബ്ധമായ ദേശീയ സമരമായിട്ട് ഇന്ത്യ
ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് മാറുന്നത്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ പാസീവായ ഒരു പാസീവായും ഒരു സംഘാടനമായിട്ടും അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പരിവർത്തന സംഘടനയായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആയിട്ട് ഒരു സാമൂഹിക മാനസിക സാമ്പത്തിക പരിവർത്തനത്തിലൂടെ ആളുകളെ മാറ്റുക, അല്ലെങ്കിൽ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ അത്തരത്തിൽ തന്നെ നമ്മൾ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു വിഭാഗമായിട്ട് അങ്ങനെ നമുക്ക് ബ്രിട്ടീഷുകാരുടെ അതാണ് നമുക്ക് ഗാന്ധിയുടെ ഈ സ്വദേശി മൂവ്മെൻറ്റിലൊക്കെ കാണാൻ സാധിക്കുക. സ്വദേശി നമ്മൾ സ്വീകരിക്കുന്ന എന്തിനാ? നമ്മൾ ചർക്ക ഉണ്ടാക്കുന്നു, നമ്മൾ നൂൽ നൂൽക്കുന്നു, നമ്മൾ വസ്ത്രം ഉണ്ടാക്കുന്നു. ഈ നൂറ്റ വസ്ത്രം ഉണ്ടാക്കി നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രൊഡക്റ്റിനെ മറികടക്കുക, സാമ്പത്തികമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഒരു സെറ്റ് ബാക്ക് കൊടുക്കുക, നമ്മൾ സ്വയം പര്യാപ്തമാവുക. അതായിരുന്നു ഗാന്ധിയുടെ ആശയം. ഇതൊക്കെ അങ്ങ് അത്തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സെറ്റ് ബാക്ക് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നതിലൂടെ ദേശീയ മുന്നേറ്റം ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ ഇന്ത്യക്കാർ സ്വയം പര്യാപ്തമായ വളർന്ന ഒരു സമൂഹമായി മാറുമെന്നൊക്കെയാണ് ഗാന്ധിജി വിശ്വസിച്ചത്. പക്ഷെ അതിനുള്ള പരിമിതി നമുക്കറിയാം. വളരെ വാസ്റ്റായി കിടക്കുന്ന വൈഡായിട്ടുള്ള വളരെ വിശാലമായ ഒരു ഇന്ത്യൻ ജനത അവരെ സംബന്ധിച്ച് ഇത്തരത്തിൽ വളരെ കാലക്രമേണയുള്ള മാറ്റം ഏത് തരത്തിലാണ് കൊണ്ടുവരാൻ സാധിക്കുക, അല്ലെങ്കിൽ കാലക്രമത്തിൽ ഉണ്ടാകാവുന്ന ഈ മാറ്റത്തിന് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഈ റവല്യൂഷണറീസിൻ്റെ ചിന്താഗതിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റവല്യൂഷണറീസ് കോൺഗ്രസിൽ നിന്നും പൂർണ്ണമായും മാറിക്കൊണ്ടുള്ള മറ്റൊരു പ്രവർത്തനമായിട്ട് മുന്നോട്ടുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ സാധാരണ കാണാറുള്ള സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ഒരു വിഭാഗം ആളുകൾ ഗാന്ധിയുടെ മുന്നേറ്റങ്ങളെ, ഗാന്ധിയുടെ മൂവ്മെന്റിനെ, ഗാന്ധിയുടെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് കോൺഗ്രസിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസിനകത്ത് പുറത്തു പോകാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ടും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകളായിട്ടും ഒക്കെ വിവിധ സംഘടനാ രൂപത്തിൽ കൊണ്ടുവരാനും ഇവർക്ക് കഴിയുന്നുണ്ട്. ഇതാണ് ഇന്ത്യയിലെ വിപ്ലവകാരികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ വിപ്ലവകാരികളുടെ പ്രവർത്തനത്തിന് വലിയ തോതിലുള്ള ജനകീയ പിന്തുണ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതാണ് ഭഗത് സിംഗിന് നമുക്കറിയാൻ പറ്റും. ഭഗത് സിംഗ് ഏറ്റെടുത്ത മൂവ്മെന്റ് എന്ന് പറയുന്നത് ആളുകൾ റവല്യൂഷണറി ആയിട്ടുള്ള പരിവർത്തനം സാധ്യമാക്കുക എന്നുള്ളത്. അതാണ് കമ്മ്യൂണിസ്റ്റുകൾ, എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകളും, പാർട്ടിക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളും അല്ലാത്ത ആളുകളും ഒക്കെ തന്നെ ഈ തരത്തിലുള്ള മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു. കേരളത്തിലൊക്കെ നമുക്ക് അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സംഘടിത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീടാണ് ഉണ്ടാവുന്നതെങ്കിലും ഇത്തരത്തിൽ ഒറ്റയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഈ 20കളിൽ തന്നെ കേരളത്തിലുണ്ടായിരുന്നു. അവർ പലതരത്തിലുള്ള മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു. ജനങ്ങളെ സംഘടിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് 20കളിൽ തന്നെ കേരളത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ 39 ആകുമ്പോഴേക്കാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പാർട്ടി രൂപം കൈവരുന്നത്. അതിന് മുമ്പ് തന്നെ ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സോഷ്യലിസ്റ്റുകളും റവല്യൂഷണറീസുമായിട്ട് വളർന്നു വന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ നമുക്ക് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങൾ, വലതുപക്ഷ വർഗീയതയുടെ വളർച്ചയും ഇന്ത്യയിൽ കാണാൻ സാധിക്കും. ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നു. അത്തരത്തിലുള്ള പല ഫ്രിഞ്ച് ഗ്രൂപ്പുകളും ആ സമയത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെയുള്ള പല ആളുകളും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളുടെ ഭാഗമായും അല്ലെങ്കിൽ അവരോട് ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ള വലതുപക്ഷ സംഘങ്ങളോട് സഹകരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇത്തരത്തിൽ വിപ്ലവകാരികളുടെ വിപ്ലവ ബോധം ട്രിഗർ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരവും. 1920കളുടെ അവസാനമാകുമ്പോഴേക്ക് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്നു എന്നും സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ഇന്ത്യൻ ദേശീയവാദികളായിട്ടുള്ള ആളുകൾ തീരുമാനിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരുന്നു. ഈ സൈമൺ കമ്മീഷൻ വിരുദ്ധ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ലാലാ ലജ്പത് റായ് രക്തസാക്ഷിയാവുന്നുണ്ട്. ഈ ലാലാ ലജ്പത് റായ് രക്തസാക്ഷിയാകുന്നത് വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യം എന്നുള്ളത് ഈ വിപ്ലവകാരികളെ സംബന്ധിച്ച് വലിയ ഒരു ഷോക്കായിരുന്നു. അല്ലെങ്കിൽ അത് അവർ മുതലെടുക്കാനും അത്തരത്തിൽ അത് ഇന്ത്യക്കാരുടെ ഇടയിലുണ്ടാക്കിയ വൈകാരിക പ്രക്ഷുബ്ധാവസ്ഥ മുതലെടുക്കാൻ തന്നെ ഈ വിപ്ലവകാരികൾ റവല്യൂഷണറീസ് തീരുമാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലാലാ ലജ്പത് റായിയോട് വളരെ അഭിപ്രായ വ്യത്യാസം ഈ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഹിന്ദു മഹാസഭയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഈ ഹിന്ദു മഹാസഭയുമായിട്ട് സഹകരിക്കുന്നതോടുകൂടി ലാലാ ലജ്പത് റായിയെ വഞ്ചകൻ എന്ന് വിളിച്ച ഭഗത് സിംഗിന്റെ സഖാവായിരുന്ന കേദാർനാഥ് സെഗാൾ ആയിരുന്നു. അതായത് ഹിന്ദു മഹാസഭയുടെ ഭാഗമായി സനാതനികൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇന്ത്യയിൽ വർണ്ണാശ്രമ ധർമ്മം തിരിച്ചു കൊണ്ടുവരിക എന്നായിരുന്നു. പഴയ രാജാധിപത്യം കൊണ്ടുവരിക, വർണ്ണാശ്രമധർമ്മം, ജാതി വ്യവസ്ഥ ഇവ തിരിച്ചു കൊണ്ടുവരിക. അത് ഇന്ത്യയുടെ സ്ഥായിയായ സ്വഭാവമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും സാധ്യമല്ല, തങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന ഒരു ആശയമാണ് ഈ സനാതനികൾ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ ഉയർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഹിന്ദു മഹാസഭ ഇന്ത്യൻ ജനതയെ നൂറ്റാണ്ടുകൾ പുറകിലേക്ക് കൊണ്ടുപോകും എന്ന വിചാരം ഇന്ത്യക്കാരായിട്ടുള്ള വിപ്ലവകാരികൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നു. ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകളിൽ ഇത് കാണാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഭഗത് സിംഗിന്റെ സഖാക്കൾ ഇറക്കിയ ഒരു ലഘുലേഖയിൽ ലാലാ ലജ്പത് റായിയെ ട്രൈറ്റർ, വഞ്ചകൻ എന്ന് വിശേഷിപ്പിച്ചത്. കേദാർനാഥ് സെഗാൾ എന്ന ഭഗത് സിംഗിന്റെ ഒരു സഖാവ് ഇറക്കിയ ഒരു
ലഘുലേഖയിൽ നേരിട്ട് ലാലാ ലജ്പത് റായിയെ ട്രൈറ്റർ എന്ന് അഭിസംബോധന ചെയ്തത്. അങ്ങനെയാണെങ്കിലും ഈ ലാലാ ലജ്പത് റായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷി ആയ ആളാണ്. അതുകൊണ്ട് തന്നെ ആ രക്തസാക്ഷിത്വം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടാകും, അല്ലെങ്കിൽ അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉപകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിന് ഉപകാരപ്പെടുത്തിക്കൊണ്ട് ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ചിന്തയായിരുന്നു ഈ റവല്യൂഷണറീസിനുണ്ടായിരുന്നത്. സനാതനികൾ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെ പുറകോട്ട് കൊണ്ടുപോകുമെന്നുള്ളതിന് പ്രത്യക്ഷ ഉദാഹരണം നമുക്ക് കേരളത്തിൽ തന്നെ കാണാൻ സാധിക്കും. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ 1934 കേരള സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വരുമ്പോൾ പാലക്കാട് വെച്ച് തന്നെ ഗാന്ധിജിയെ ഇവർ സനാതനികൾ എതിർക്കുന്നുണ്ട്. അവർ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ തടിച്ചുകൂടുകയും ഗാന്ധിജി ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം അവിടുന്ന് തന്നെ ഉയർത്തുന്നുണ്ട്. ഇത് സനാതനികൾ അതിന് കാരണം 1934 ഗാന്ധിജിയുടെ യാത്ര ഹരിജനോദ്ധാരണം ലക്ഷ്യം വെച്ചായിരുന്നു. അഥവാ ഹരിജനങ്ങളെ അഥവാ താഴെക്കടയിലുള്ള അടിച്ചമർത്തപ്പെട്ട ദളിത് വിഭാഗങ്ങളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുക അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സനാതനികളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു. ഇന്ന് നമുക്ക് നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ RSSന്റെ ഭാഗമായിട്ട് നടത്തുമ്പോൾ, അല്ലെങ്കിൽ BJP അങ്ങനെ ഒരു മുന്നേറ്റം നടത്തുമ്പോൾ നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും. ഒരു ഘട്ടത്തിലും RSSന് അല്ലെങ്കിൽ അവരുടെ പൂർവ്വരൂപമായിട്ടുള്ള ഈ ഹിന്ദു മഹാസഭയ്ക്ക് ഇത്തരം ഒരു ആശയം സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഗാന്ധിജിക്ക് നേരെ നടന്ന ആദ്യത്തെ വധശ്രമവും ഇതിൻ്റെ പേരിലായിരുന്നു. 1934 കേരള സന്ദർശനം കഴിഞ്ഞ് പൂനെയിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് ഗാന്ധിജിക്ക് നേരെ ആദ്യമായിട്ട് വധശ്രമം ഉണ്ടാകുന്നത്. അത് ഈ ഹരിജനോദ്ധാരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു. അല്ലെങ്കിൽ ഹരിജനോദ്ധാരണം എന്ന ഗാന്ധിജിയുടെ ലക്ഷ്യമാണ് ഗാന്ധിജിയെ വധിക്കാനുള്ള പ്രകോപനമായിട്ട് മാറുന്നത്. കേരളത്തിലേക്ക് തന്നെ ബോംബെയിൽ നിന്ന് ഡോക്ടർ നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഈ സനാതനികളെ സംഘടിപ്പിക്കാൻ ഗാന്ധിജിക്കെതിരെയുള്ള മൂവ്മെന്റുമായിട്ടൊക്കെ വരുന്നത്. പാലക്കാട് വെച്ച്, പിന്നീട് ഗുരുവായൂർ വെച്ചൊക്കെ ഗാന്ധിജിക്ക് നേരെ ആക്രമണം നടന്നത് ഗാന്ധിജി പങ്കെടുക്കുന്ന വേദിയിൽ വരെ ഇവർ കയറി ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗാന്ധിജിയുടെ സൗമ്യഭാവവും മറ്റുമൊക്കെ കൊണ്ട് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു അനിഷ്ട സംഭവങ്ങൾ മറ്റൊരു തരത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് പക്ഷേ ആ യാത്രയുടെ തുടർച്ച തന്നെ നമുക്കത് കാണാൻ സാധിക്കും. അഥവാ ഹരിജനോദ്ധാരണം എന്നുള്ളത് RSSനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയെ സംബന്ധിച്ച്, സനാതനികളെ സംബന്ധിച്ച് ഒരിക്കലും സ്വീകാര്യമല്ലാത്ത ഒന്നായിരുന്നു. അതായത് ഞാൻ സൂചിപ്പിച്ചത് ഈ സനാതനികൾ ഇന്ത്യയെ നൂറ്റാണ്ടുകൾ പുറകിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള ധാരണ ഇന്ത്യൻ വിപ്ലവകാരികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ മാത്രമല്ല, അവരുമായി സഹകരിക്കുന്ന ആളുകളെയൊക്കെ തന്നെയും ഈ വിപ്ലവകാരികൾ ചെറുത്തിരുന്നു. നമുക്ക് ഭഗത് സിംഗിനെ ഉൾപ്പെടെയുള്ള വിപ്ലവകാരികളെ ഇപ്പോൾ തങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം വായിക്കാൻ. നമുക്ക് ചരിത്രം അറിയുന്ന, ചരിത്രബോധമുള്ള ആളുകളെ സംബന്ധിച്ച് വളരെയധികം പരിഹാസ്യമായ ഒരു ശ്രമമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുക. ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള വിപ്ലവകാരികൾ 100% എതിർത്ത, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെക്കാൾ കൂടുതൽ അവർ എതിർത്ത, അവർ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ സോഷ്യലിസം സാധ്യമാണെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാരോടൊപ്പം തന്നെ ഇന്ത്യൻ പരമ്പരാഗത മൂല്യങ്ങളെ, ഇവിടെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെ, ഇവിടെ ഉണ്ടായിരുന്ന മതബോധത്തെ ചെറുത്ത് തോൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ത്യയെ ഒരു പരിവർത്തിത ആധുനിക സമൂഹമാക്കി മാറ്റാൻ കഴിയൂ എന്ന് വിശ്വസിച്ചിരുന്നു. അതായത് ഭഗത് സിംഗ് നേരിട്ട് എതിർത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകളെ അപ്രോപ്രിയേറ്റ് ചെയ്യാനും തങ്ങളുടെ കൂട്ടത്തിലേക്ക് തങ്ങളുടെ ആളാണെന്ന് ചിത്രീകരിക്കാനും ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. ഇത് ഭഗത് സിംഗ് മാത്രമല്ല, പിന്നീട് അത് വളരെ മധ്യ പൊസിഷൻ എടുത്തിരുന്ന അംബേദ്കർ ഉൾപ്പെടെയുള്ള, അഥവാ ഇവരോട് എതിർത്ത് നിന്നിരുന്ന പല ആളുകളെയും പറ്റാവുന്ന തരത്തിൽ ഇവർ തങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരു പരിധിവരെ അവരതിൽ വിജയിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള ഈ ചരിത്ര വിരുദ്ധത. അതിന് അവർ ചെയ്യുന്നത് ചരിത്രത്തെ മായ്ക്കുക എന്നുള്ളത്, ചരിത്രത്തെ തങ്ങളുടെ ഭാഗമാക്കുക എന്നുള്ളതാണ്. ചരിത്രത്തെ തങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാക്കി ചരിത്രം മാറ്റുക. ചരിത്രത്തിലൂടെ എവിടെയും ഒരു പുരോഗമന സ്വഭാവമുള്ള ചരിത്രത്തിൽ എവിടെയും ഇത്തരത്തിൽ മുന്നേറ്റത്തെ, ആശയത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. അഥവാ ഹിന്ദുത്വ എന്ന ആശയം ചരിത്ര വിരുദ്ധമായി തന്നെ നിന്നിരുന്നതാണ്. ചരിത്രത്തിൽ ഒരു റോളും വഹിക്കാനില്ലാത്ത, പുരോഗമനമായ ഒരു പങ്കും വഹിക്കാനില്ലാത്ത ഒരു വിഭാഗം ഇന്ന് അവരുടെ ചരിത്രം ഉണ്ടാക്കുകയാണ്. ഇതിന് ഇപ്പോൾ തുടങ്ങിയതല്ല. ആദ്യഘട്ടത്തിൽ തന്നെ BJP അധികാരത്തിൽ വന്ന, പകുതി അധികാരത്തോടു കൂടിയ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാരിൽ തന്നെ ഇവർ ഇത്തരത്തിലുള്ള ചരിത്ര പാഠപുസ്തകങ്ങൾ തിരുത്തി എഴുതാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ അത് വളരെ റിഗറസ്
ഭാഗമായിട്ട് വ്യത്യസ്ത സംഘടനകളെ, വ്യത്യസ്ത സർക്കാർ വകുപ്പുകളെ, ICHR ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഒക്കെ ചേർത്തുകൊണ്ട് അവരെ ഉൾപ്പെടെ ഇതിന്റെ മുന്നേറ്റത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ICHR ഉൾപ്പെടെയുള്ള സംഘടനകളെ, സർക്കാർ ഏജൻസികളെ ഒക്കെ ഈ ആവശ്യത്തിലേക്ക് മാത്രമായിട്ട് ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ചുമതലപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചരിത്രത്തിൽ തങ്ങളെ കൂടി പങ്കാളിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമ്മളത് തിരിച്ചറിയുക. അതിന് നമുക്ക് വേണ്ടത് ചരിത്രബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ ചരിത്രബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള ഉൾച്ചേർക്കലുകളെ, അല്ലെങ്കിൽ ചരിത്രം അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും. തിരിച്ച് ഭഗത് സിംഗിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, ഭഗത് സിംഗ് ഉൾപ്പെടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള എല്ലാ പിന്തിരിപ്പൻ ആശയങ്ങളെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെയും ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്ന ഒരാളായിരുന്നു ഭഗത് സിംഗ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഖാക്കളും ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ. ആ ആളുകൾ അതിന്റെ ഭാഗമായിട്ടാണ് അവർ അന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക്, നിയമനിർമ്മാണ സഭയിലേക്ക് പ്രവേശിക്കുകയും അവിടെ ആക്രമിക്കുകയും ബോംബാക്രമണം നടത്തുകയും ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹത്തെ ഒരു ബോംബാക്രമണത്തിലൂടെ പ്രസിദ്ധനായ, അല്ലെങ്കിൽ ബോംബാക്രമണത്തിലൂടെ അറിയപ്പെടുന്ന, ചരിത്രത്തിൽ പ്രവേശിച്ച ഒരാളായിട്ട് ചിത്രീകരിക്കാനുള്ള ജുഗുപ്സാവഹമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുക, ഭഗത് സിംഗ് ഒരു ബോംബാക്രമണം നടത്തിലൂടെ പ്രസിദ്ധനായ ആളല്ല, അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ദേശീയ നേതാവായി, അല്ലെങ്കിൽ ഇന്ത്യയിലെ വിപ്ലവകാരിയായിട്ട് മാറിയ ആളല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭഗത് സിംഗ് ആ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മൂവ്മെന്റിനും വലിയ തോതിലുള്ള പിന്തുണ പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെതിരെ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമായ ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം രാജ്യത്തിലുടനീളം, രാജ്യത്തിന്റെ യുവാക്കളുടെ ഇടയിൽ ഉടനീളം അത്തരത്തിലുള്ള മുദ്രാവാക്യം ഉയർന്നു വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അഥവാ അദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വിപ്ലവ വിഭാഗത്തിന്റെ, വിപ്ലവ രൂപത്തിന്റെ യുവാക്കളുടെ ഇടയിൽ വലിയ തോതിലുള്ള സ്വീകാര്യത അന്ന് തന്നെ ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഈ യുവാവാണ് ഇന്ത്യൻ യുവത്വത്തെ ആകെ നയിച്ചത് എന്നുള്ളത് നമുക്ക് ഇന്ന് വിസ്മരിക്കാൻ സാധിക്കില്ല. ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയിൽ വലിയ തോതിലുള്ള ജനവിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ, 2 നിയമങ്ങളാണ് നിർമ്മിച്ചത്. ഈ ജനവിരുദ്ധമായ നിയമനിർമ്മാണത്തിനുള്ള ശ്രമം നടത്തുമ്പോഴാണ് അതിനെതിരെ ഒരു മൂവ്മെന്റ് എന്നുള്ള നിലയ്ക്കാണ് അവർ നിയമസഭയിൽ പ്രവേശിക്കുകയും ആ പ്രവേശിച്ചതിന് ശേഷം ബോംബെറിയുകയും ചെയ്തത്. ഇവർ ആളെ കൊല്ലാൻ വേണ്ടിയുള്ള ബോംബാക്രമണം അല്ല എന്ന് ഭഗത് സിംഗ് തന്നെ തുടർന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ആളുകളെ കൊല്ലാൻ വേണ്ടിയല്ല, കാരണം ആ സീറ്റിൽ നിന്ന് അദ്ദേഹം എണീറ്റതിന് ശേഷമാണ് അവിടേക്ക് ബോംബെറിയുന്നത്. അത് ആളുകളെ കൊല്ലാൻ വേണ്ടിയല്ല, പകരം ബധിരകർണങ്ങളിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ടു മേക്ക് ദ ഡഫ് ഹിയർ എന്നാണ്. കാരണം കാലങ്ങളായിട്ട് ആളുകൾ ഇത്തരം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള ലഘുലേഖകളിലൂടെയും സമരങ്ങളിലൂടെയും ഒക്കെ പറയുന്ന ആശയങ്ങൾ എത്ര പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ഈ യുവാക്കളും വിപ്ലവകാരികളും പറയുന്ന ആശയങ്ങൾ ചെവിക്കൊള്ളാൻ അന്ന് ശക്തമായ ഇമ്പീരിയൽ ബ്രിട്ടീഷ് ഭരണകൂടം തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ജനഹിതം അവർക്ക് പ്രശ്നമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവരെ കേൾപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഭഗത് സിംഗ് ബോംബെറിഞ്ഞ ഉടനെ അവിടുന്ന് രക്ഷപ്പെടുകയല്ല ചെയ്യുന്നത്, ലഘുലേഖ വിതരണം ചെയ്തുകൊണ്ട് പിടികൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ വിപ്ലവകാരിക്ക് അറിയാമായിരുന്നു താൻ എന്താണ് ചെയ്യുന്നതെന്നും ചരിത്രത്തിൽ തൻ്റെ പങ്ക് എന്താണെന്നും. അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് പിന്നീട്. എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, പക്ഷെ അങ്ങനെയല്ല, എൻ്റെ മൂവ്മെന്റ്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യം, എൻ്റെ ശബ്ദം, ഈ വിപ്ലവകാരികളുടെ ശബ്ദം ഈ ഇന്ത്യൻ ഗവൺമെന്റിലേക്ക് കേൾപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ആ ശബ്ദം കേൾപ്പിക്കൽ എൻ്റെ തലമുറയും അടുത്ത തലമുറയും അത് ശ്രദ്ധിക്കും. മാത്രമല്ല, ആളുകളിലേക്ക് അത് ആവേശം കൊള്ളിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്നീട് നിയമത്തിന്റെ പഴുതിലൂടെ തന്നെ രക്ഷപ്പെടാമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം, ഭഗത് സിംഗിന്റെയും സഖാക്കളുടെയും തൂക്കിക്കൊല വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. മഹാത്മാഗാന്ധി അദ്ദേഹം ഇർവിൻ പ്രഭുവുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇർവിൻ പ്രഭുവുമായിട്ട് സംസാരിക്കുമ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, പല ആളുകളും വിചാരിച്ചത്, കാരണം ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുന്നതിന് തൊട്ട് മുമ്പാണ്, പല ആളുകളും വിചാരിച്ചത് മഹാത്മാഗാന്ധി ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ വലിയ തോതിലുള്ള ഉയർന്നിരുന്ന ഒരു ആവശ്യമായിരുന്നു ഭഗത് സിംഗിനെയും സഖാക്കളെയും രക്ഷിക്കുക എന്നുള്ളത്. കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് ഗവൺമെന്റിനെ പിന്തിരിപ്പിക്കുക എന്നുള്ള ആശയം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ വളരെ സക്രിയമായിട്ട്, സജീവമായിട്ട്
ഉണ്ടായിരുന്ന ഒന്നായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഗാന്ധിജിയും ഇർവിൻ പ്രഭുവുമായിട്ട് സംഭാഷണം നടക്കുന്നത്. ഗാന്ധി ഇർവിൻ സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ആവശ്യം ഉന്നയിക്കുമെന്നും ഇന്ത്യൻ ജനതയുടെ ആവശ്യം ഗാന്ധിജി അദ്ദേഹത്തോട് പറയുമെന്നും ജനങ്ങൾ എല്ലാവരും വിശ്വസിച്ചു. പക്ഷെ അത് നടന്നില്ല. മഹാത്മാഗാന്ധി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചില്ല. ഇതൊക്കെ കഴിഞ്ഞ് സംവാദമൊക്കെ കഴിഞ്ഞ് ആ രേഖകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. മഹാത്മാഗാന്ധിയും ഇർവിൻ പ്രഭുവും തമ്മിൽ നടന്ന സംവാദം ഇന്ന് നമുക്ക് രേഖപ്പെടുത്തേണ്ടത് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇതിൽ ഗാന്ധിജി സംഭാഷണമൊക്കെ കഴിഞ്ഞ് അവസാനം ഇർവിൻ പ്രഭുവിനോട് പറയുന്നുണ്ട്, ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അഥവാ ആ യുവാക്കളുടെ കാര്യത്തിൽ, ആ യുവാക്കൾ ഭഗത് സിംഗിനെയാണ് സൂചിപ്പിക്കുന്നത്, ആ യുവാക്കളുടെ കാര്യത്തിൽ ഇടപെടണമെന്നും അവരുടെ വധശിക്ഷ ഒഴിവാക്കണമെന്നുള്ള ഒരു ആവശ്യം ജനങ്ങളുടെ ഇടയിലുണ്ട്. ഞാനത് പുറത്തു പോയി പറയും, ഞാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പുറത്തു പോയി പറയുമെന്ന് ഗാന്ധിജി ഇർവിൻ പ്രഭുവിനോട് പറയാം. ഇർവിൻ പ്രഭു മറ്റൊരു ബുദ്ധിയാണ് അപ്പോൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഓക്കെ, എനിക്ക് വേറൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് താങ്കൾ അറിഞ്ഞില്ല എന്നും കൂടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പറയുന്നതിനോട് പ്രശ്നമൊന്നുമില്ല. അഥവാ ഗാന്ധിജി ഈ ഇർവിൻ പ്രഭുവും തമ്മിൽ നടന്ന ഒരു നാടകീയ സംവാദം നമുക്കവിടെ കാണാൻ സാധിക്കും. അഥവാ ഗാന്ധിജി വിചാരിച്ചിരുന്നെങ്കിൽ, കാരണം ബ്രിട്ടീഷുകാരെ ഇർവിൻ പ്രഭു ഒക്കെ ഗാന്ധി സംവാദത്തിന് വിളിക്കുന്ന സാഹചര്യം നമുക്കറിയാം. അവരെ സംബന്ധിച്ച് ഗാന്ധിജിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു ഭരണകൂടത്തിൽ. അവർക്ക് ഗാന്ധിജി വിചാരിച്ചിരുന്നെങ്കിൽ ഈ സഖാക്കളുടെ ഭഗത് സിംഗിൻ്റെയും സഖാക്കളുടെയും തൂക്കിക്കൊല, വധശിക്ഷ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അവരെ തൂക്കിലേറ്റവിടെയാണ്. അങ്ങനെ രക്തസാക്ഷിത്വത്തിലൂടെ തന്നെ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം പൂർത്തീകരിച്ച ഒരാളാണ് അദ്ദേഹം. തൂക്കിലേറ്റപ്പെട്ടത് വെറുതെ ചെറുപ്പക്കാരനായിരുന്നു, അങ്ങനെ ഒരു നഷ്ടമല്ല സംഭവിക്കുന്നത്. രാജ്യത്തിന് അദ്ദേഹത്തിൻ്റെ വധശിക്ഷയിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഥവാ അദ്ദേഹത്തിൻ്റെ വധശിക്ഷ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമായി പിന്നീടുണ്ടായ മൂവ്മെന്റിലൊക്കെ ഇപ്പോൾ പോലും യുവാക്കളുടെ ഇടയിൽ ഭഗത് സിംഗ് ഒരു ആവേശമായി തുടരുന്നുണ്ട്. ഭഗത് സിംഗ് തന്നെ പറയുന്നുണ്ട്, ഞാൻ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വധശിക്ഷയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കുണ്ടാകാവുന്ന, എനിക്ക് കുടുംബത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ എൻ്റെ ബാക്കി പരിപാടികൾ എനിക്ക് പിന്നീട് ചെയ്യാനുള്ള പ്രവൃത്തികൾ എനിക്ക് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കും. പക്ഷെ ഞാൻ വധിക്കപ്പെട്ടാലും അടുത്ത തലമുറ, അല്ലെങ്കിൽ ഞാൻ കൊല്ലപ്പെട്ടാലും അടുത്ത തലമുറ എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അഥവാ ഞാൻ ഏറ്റെടുത്ത വിപ്ലവ പ്രവർത്തനങ്ങൾ, ഇന്ത്യൻ വിപ്ലവം എന്നുള്ള ആശയം എൻ്റെ അടുത്ത തലമുറ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു ശുഭാപ്തി വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, വ്യക്തിപരമായിട്ട് ഞാൻ മരിക്കുമെന്നുള്ളത് എല്ലാ മനുഷ്യരെയും പോലെ തന്നെ എനിക്ക് പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. എൻ്റെ ജീവൻ, എനിക്കും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കൊതിയുണ്ട്. പക്ഷേ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എൻ്റെ വധശിക്ഷ ഒരു മുതൽക്കൂട്ടായി മാറുകയാണെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് എന്ന് ഭഗത് സിംഗ് തന്നെ പിന്നീട് എഴുതുന്നുണ്ട്. അതായത് ഭഗത് സിംഗ് എന്നുള്ളത് ഭഗത് സിംഗ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ ഐക്കണായി മാറുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ വധശിക്ഷ കാലഘട്ടത്തിൽ തന്നെ, അഥവാ ബ്രിട്ടീഷുകാർ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഇന്ത്യയിൽ വിപ്ലവത്തിൻ്റെ, ഇന്ത്യൻ യുവത്വത്തിൻ്റെ സിമ്പലായിട്ട്, പ്രതീകമായിട്ട്, ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ ഒരു വെളിച്ചമായിട്ട് ഭഗത് സിംഗ് മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷമോ ഒന്നുമല്ല. പിന്നെ ഒരു വിപ്ലവകാരിക്ക്, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു മുന്നേറ്റം, ഒരു വിപ്ലവകാരിയുടെയോ വിപ്ലവ മുന്നേറ്റമോ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്? പലരും പറയുന്നത് വിപ്ലവകാരി പല തരത്തിലുള്ള മുന്നേറ്റങ്ങൾ അവർ നടത്തുന്ന തീവ്ര ശ്രമങ്ങൾ പിന്നീട് ചരിത്രം രേഖപ്പെടുത്തും, ചരിത്രം അന്വേഷിക്കുമെന്നൊക്കെയാണ്, ചരിത്രം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം പിന്നീട് ഉണ്ടാകുമെന്നൊക്കെ എപ്പോഴും പലരും ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത്. ഒരു ആശയം, നമ്മൾ തീവ്രമായിട്ടുള്ള ആശയം, ഓരോ ആശയഗതിയും, ഒരു ഐഡിയോളജി, ഒരു വ്യക്തിയുടെ ആദർശം, അഥവാ ഒരു തത്വചിന്ത വളരെ നിർണായകമാണ് ഏത് ഘട്ടത്തിലും. അത് സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം തന്നെയാണ് ഈ വിപ്ലവകാരികൾ ഉണ്ടാക്കിയതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏത് മൂവ്മെന്റും അത്തരത്തിൽ തന്നെയാണ്, സമൂഹത്തിൻ്റെ കാലത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. പക്ഷേ ആ കാലത്തിൻ്റെ സൃഷ്ടി എന്നുള്ളത് ഇപ്പം ഈ ഭഗത് സിംഗ് നേരിട്ട് വരുന്നതിന് മുമ്പ് ആ സാഹചര്യം ഉണ്ടായിരുന്നു. ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മുന്നിലേക്ക് വരുന്നതിന് മുമ്പും ഇതേ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 1919 ഈ ജാലിയൻ വാലാബാഗ് മസാക്കറിനെ തുടർന്ന്, അല്ലെങ്കിൽ കൂട്ടക്കൊലയെ തുടർന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന വാഗൺ കൂട്ടക്കൊലയെ തുടർന്ന് ഒക്കെ ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അതൊന്നും ഒരു വിപ്ലവ മുന്നേറ്റമായിട്ട് എന്തുകൊണ്ട് മാറുന്നില്ല? ഭഗത് സിംഗിൻ്റെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ, അല്ലെങ്കിൽ ഭഗത് സിംഗിന് ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ വിപ്ലവ ചിന്താധാരയാണ് അവരെ നയിച്ചത്. ആ വിപ്ലവ ചിന്താധാര അന്നും ഇന്നും എന്നും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അല്ലാതെ അദ്ദേഹം മരണത്തിലൂടെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കലണ്ടർ മാറിയപ്പോൾ മാത്രം ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടിയ ആളല്ല. അതായത് ഇന്ത്യൻ ജനതയുടെ ആവേശമായിരുന്നു ഇത്തരത്തിലുള്ള വിപ്ലവ മുന്നേറ്റങ്ങൾ എല്ലാ കാലത്തും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും.